أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاليوم لا يملك بعضكم لبعض نفعا ولا ضرا ونقول للذين ظلموا ذوقوا عذاب النار التي كنتم بها تكذبون. وإذا تتلى عليهم آياتنا بينات قالوا ما هذا إلا رجل يريد أن يصدكم عما كان يعبد آباؤكم وقالوا ما هذا إلا إفك مفترى. وقال الذين كفروا للحق لما جاءهم إن هذا إلا سحر مبين. وما آتيناهم من كتب يدرسونها وما أرسلنا إليهم قبلك من نذير. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بارك الله لنا في القرآن الكريم وغفر الله لنا ولوالدينا آمين. സൂറത്ത് സബയിലെ 42 മുതൽ 44 വരെയുള്ള 3 ആയത്തുകളാണ് ഇന്ന് നമ്മളിവിടെ ഓതിയത്. ഇതിനു മുന്നേയുള്ള ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മക്കക്കാരെ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി നാളെ പരലോകത്ത് റബ്ബ് അവരെ ഒരുമിച്ച് കൂട്ടുമെന്നും അവര് ആരാധിച്ചതിനെ സംബന്ധിച്ച് റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യങ്ങൾ റബ്ബ് ഓർമ്മിപ്പിക്കുകയായിരുന്നു ഇതിന് മുന്നുള്ള ആയത്തുകളിൽ ഉണ്ടായിരുന്നത്. എല്ലാ ബഹുദൈവ വിശ്വാസികളെയും കുഫാറുകളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമ്പോൾ അവര് ആരാധിച്ചത് എന്തിനെയാണോ ആ ആരാധിക്കപ്പെട്ടവ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് റബ്ബിന്റെ അരികിൽ. മലക്കുകളെ വിളിച്ച് തേടിയ ആളുകൾ ഉണ്ടായിരുന്നു, ജിന്നുകളെ വിളിച്ച് ആരാധിച്ച ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് കഴിഞ്ഞ ആഴ്ചയിലെ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. ലബൽക്കാനു യഅബുദൂനൽ ജിൻ, മലക്കുകളോട് ചോദിക്കും, നിങ്ങളെ പറഞ്ഞതാണോ ഇവരോട് നിങ്ങൾ ആരാധിക്കാൻ വേണ്ടി? മലക്കുകൾ ആരാധിക്കപ്പെട്ട പോലെ മലക്കുകളെ ആരാധിച്ച ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് മലക്കുകളോടാ ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞു ഇവരോട് നിങ്ങൾ ആരാധിക്കണമെന്ന്. അപ്പൊ മലക്കുകളുടെ മറുപടിയാണ്, റബ്ബേ അവരല്ല, ഞങ്ങളല്ല അവരെ ആരാധിച്ച, അവര് കാനു യഅബുദൂനൽ ജിന്ന എന്ന് പറഞ്ഞു ഇതിനു മുന്നുള്ള ആയത്തിൽ. അഥവാ മക്കയിലുള്ള ആളുകൾ ജിന്നുകളെ ആരാധിച്ചവരായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവര് ജിന്ന് കൊണ്ട് ഉദ്ദേശപ്പെടുന്നത് പിശാചാണ്. ജിന്നിനെ പൊതുവെ പിശാജ് ആയ ഇതിന് ജിന്നുകൾ എന്നുള്ള അർത്ഥത്തിലാണ് അള്ളാഹു ഉപയോഗിക്കാറുള്ളത്, ഷെയ്ത്താൻ എന്നുള്ള അർത്ഥത്തിലാണ്. അവർ ആരാധിച്ചിരുന്നത് ഷെയ്ത്താനെയാണ് എന്ന് പറയുന്ന വാടാൻ എന്ത് യഅബുദൂനൽ ജിന്ന, ഇനി യഅബുദൂന ശയാത്തീൻ, പിശാചുക്കൾ അവർ ആരാധിച്ചിരുന്നു. പിശാചിനെ പിൻപറ്റി ജീവിച്ചിരുന്ന ഒരു ജനതയായിരുന്നു അവര്. പലപ്പോഴും അവരുടെ ആരാധനകൾ പിശാച് അവർക്ക് എന്ത് ചെയ്തിരുന്നു, റബ്ബ് പറയുന്നു, മക്കയിൽ ഉണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം അല്ലെങ്കിൽ അവരുടെ ബഹുദൈവ വിശ്വാസം, ബഹുദൈവ ആരാധന പിശാച് അവർക്ക് വലിയ ജീനത്തായിട്ട് എന്ത് ചെയ്തിരുന്നു, തോന്നിപ്പിച്ചിരുന്നു എന്നാണ്. അപ്പൊ മലക്കുകൾ അവരോട് പറയാൻ യഅബുദൂന അൽ ജിൻ, അവരെന്ത് ചെയ്തിരുന്നു, ജിന്നിനെ ആരാധിക്കുന്നവരായിരുന്നു. റബ്ബേ അക്സറുഹും ബിഹിം മുഅ്മിനൂൻ, ഭൂരിഭാഗം ആൾക്കാരും, മനുഷ്യരിൽപ്പെട്ട ഭൂരിഭാഗം ആൾക്കാരും ഈ പിശാചുക്കളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൊരുൾ എന്താണ്? പിശാചിനെ പിൻപറ്റി ജീവിക്കുന്ന ആളുകളാണ് എന്നുള്ള അർത്ഥത്തിലാണ് റബ്ബ് അവിടെ എന്ത് ചെയ്തത്, അതിനെ വിശദീകരിച്ചത്. സഹാബത്ത് മുഴുവൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മുഫസ്സിറുകളൊക്കെ ആ ഒരു സംഭവം അവിടെ എടുത്ത് ഉദ്ധരിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചതാണ്. അതിന്റെ തുടർച്ചയാണ് നമ്മൾ നോദിയത്. പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുമ്പോൾ റബ്ബ് പറയുന്നു, ഫൽയൗമ ലാ യംലികു ബഅദുകും ലിബഅദിൻ നഫ്അൻ വലാ ദർറ. ഭയങ്കര ആയത്താണത്. ഈ ആരാധിക്കപ്പെട്ട വസ്തുക്കളെയും ആരാധിച്ചവരെയും ഒക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, അതിനാണ് ഫൽയൗം. എന്താ അല്യവും, ഇന്നേ ദിവസം, ടുഡേ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അല്യവും
ഇവിടെ അല്യവും എന്നത് ഉദ്ദേശം യൗമുൽ അല്ലെ, അള്ളാഹു എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന യൗമ യജ്മഉ അല്ലാഹു റുസുൽ ഫയഖൂലു മാദാ ഉജിബ്തും, എല്ലാ റസൂലുമാരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, എല്ലാ പടപ്പുകളെയും റബ്ബ് ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. അവിടെ റബ്ബ് പറയും ലാ യംലികു ബഅദുകും ലിബഅദിൻ നഫ്അ. ലാ യംലിക്കു, മലക്ക യംലിക്കു എന്ന് പറഞ്ഞാൽ അധീനപ്പെടുത്തുക, അധികാരപ്പെടുത്തുക എന്നൊക്കെ. നമ്മുടെ അല്ലെ മാലിക്, മലിക് എന്നൊക്കെ പറഞ്ഞാൽ അധികാരപ്പെടുത്തുന്നവനാണ്. ലാ യംലിക്കു, അധികാരപ്പെടുത്തുന്നില്ല, അധീനപ്പെടുത്തുന്നില്ല, ബഅദുകും ലിബഅദ്, നിങ്ങളിൽ ചിലർ ചിലരോട്, നഫ്അൻ വലാ ദർറൻ, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ. നാളെ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ആർക്കും ഒരാൾക്ക് ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ പറ്റൂല. അവിടെ എല്ലാവരും ഏതായിരിക്കും, നഫ്സി നഫ്സി, എന്റെ നഫ്സ് എന്റെ നഫ്സ് എന്ന് പറഞ്ഞിട്ടാണ്. ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം ചെയ്യാൻ പറ്റൂല. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിൽ കാണാം, മാ നഹല വാലിദുൻ ലിവലദിഹി, ഒരു പിതാവിനും തന്റെ മകൻക്കും ഒരു ഗുണം ചെയ്യാൻ പറ്റാത്ത ദിവസം. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നി. എല്ലാവരും സെൽഫിഷ് ആവുന്ന, സ്വന്തം കാര്യം മാത്രം തന്റെ ദേഹത്തെ കാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തനിക്കുള്ളത് മുഴുവൻ റബ്ബിന്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ മനുഷ്യൻ എന്താണ് അവിടെ ആ ഒരു സമയത്ത് റെഡിയാണ്. ആരുണ്ടാവില്ല, ലറ് ചെയ്യാനും ഇല്ല, നഫ് ചെയ്യാനും ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും ലറും നഫും നടക്കുന്നത് എവിടെയാണ്? ദുനിയാവിലാണ്. ദുനിയാവ് എന്ന് പറയുന്നത് അമലുകളുടെ നാടാണ്. അമല് ചെയ്യുക. ഇവിടെ ഇപ്പൊ വിചാരണ അല്ല, അവിടെ എന്തുണ്ട്? വിചാരണ ഉണ്ട്, പക്ഷെ അവിടെ എന്തില്ല? അമലില്ല എന്നാ നമ്മൾ മനസ്സിലാക്കിയത് പരലോകത്ത്. അവർ റബ്ബോട് എടുത്തു പറയാൻ, നിങ്ങളിൽ ഒരാൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ബഅദുക്കും ലിബഅദ് എന്നാണ്, ചിലർക്ക് ചിലരോട് ഒരു നഫ്ഓ ഒരു ലറോ, നഫ് എന്ന് പറഞ്ഞാൽ ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസം എന്തുണ്ട്? വരാനുണ്ട്. വനഖൂൽ, അന്ന് ഞാൻ പറയും. ആരാ? റബ്ബ് പറയാൻ, അന്ന് നാം പറയും, ലില്ലദീന ളലമു, ദുൽമ് കാട്ടിയ ആൾക്കാർ. ദുൽമ് എന്ന് പറഞ്ഞാൽ അക്രമം, സ്വന്തത്തോട് അക്രമം കാണിക്കുക എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യാന്നാണ്. ഇവിടെ ഏറ്റവും വലിയ ദുൽമ ഏതാ? ഇന്ന ശിർക ലദുൽമുൻ അളീം, ഏറ്റവും വലുത് ശിർക്കാണ്. മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത ഏറ്റവും വലിയ ദുൽമ് അള്ളാഹുവിൽ പങ്കു ചേർത്തതാണ്. അള്ളാഹുവിനെ വിളിക്കേണ്ടതിന് പകരം അല്ലെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ചതാണ്. അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിന് പകരം മറ്റുള്ളവരെ വിളിച്ച് ആരാധിച്ചതാണ്. അപ്പൊ റബ്ബ് പറയണ, ഈ ദുൽമ് കാട്ടിയ ആൾക്കാരോട് ഞാൻ പറയും, ദൂക്കൂ, എന്താ ദൂക്കൂ, ദുഖ് ദൂക്ക ദൂക്കൂ എന്നാണ്. ദാക്ക എന്ന് പറഞ്ഞാൽ ആസ്വദിച്ചു, അനുഭവിച്ചു എന്നൊക്കെയാണ് അതിനർത്ഥം. ദാക്ക രുചിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട്. ദൗക്ക് എന്ന് പറയും നമ്മുടെ ദൗക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര എന്താണ് ടേസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടാവും. ദൗക്കു എന്നൊക്കെയാണ് അറബികളെ ഉപയോഗിക്കാറുള്ളത്. ഇവിടെ അതിന്റെ അമ്രാണ്. ദുഖ്, നീ ഒരുവൻ രുചിക്ക്, ദൂക്ക നിങ്ങൾ രണ്ടുപേർ രുചിക്കുക, ദൂക്കൂ നിങ്ങൾ എല്ലാവരും രുചിക്കുക. ദൂക്കൂ, എന്താ രുചിക്കേണ്ടത്? അദാബന്നാർ, നരക ശിക്ഷയെ, നരകത്തിന്റെ ശിക്ഷയെ നിങ്ങൾ അനുഭവിക്കൂ. ആരോടാ റബ്ബ് പറയാ? നഖൂലു ലില്ലദീന ളലമു, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അല്ലെ. ഈ ദുൽമ് ഒരു നിലക്കും ആ ദുൽമ പറ്റാത്തവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അവർ ഈ ദുൽമ കാട്ടിയവരോട് ഞാൻ പറയും, നിങ്ങൾ ഈ നരകത്തിന്റെ ശിക്ഷയെ നിങ്ങൾ ആസ്വദിക്കുക. എങ്ങനത്തെ നരകം? ഞാൻ നരകത്തിനെ റബ്ബ് ബയാൻ ചെയ്യണം. ആ ആയത്തോടെ തീർന്നിട്ടില്ല. നരക ശിക്ഷ ആസ്വദിക്കുന്നു പറഞ്ഞിട്ട് തീർത്തില്ല. എങ്ങനത്തെ നരകം? അല്ലത്തി, നാർ എന്നുള്ളത് മുഅന്നസാണ്, അതുകൊണ്ടാണ് അല്ലത്തി എന്നുള്ള ഒരു പ്രയോഗം വന്നത്. നമ്മൾ പൊതുവെ അല്ലദി എന്ന് ഉപയോഗിക്കും മുദക്കറിന്, അതിന് മുഅന്നസ് ആണെങ്കിൽ അല്ലത്തി എന്ന് ഉപയോഗിക്കാം. അപ്പൊ അന്നാർ എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ടാണ്, അതൊരു സ്ത്രീലിംഗമായിട്ടുള്ള പദമാണ് അറബി ഭാഷയിൽ. ഈ നാറിനെ നിങ്ങൾ ആസ്വദിക്കുക. എങ്ങനത്തെ നാറ്? കുൻതും ബിഹാ തുകദ്ദിബൂൻ, നിങ്ങൾ അവളെ വ്യാജമാക്കി കളഞ്ഞതായിരുന്നു. നരകമില്ല, ഒരു പരലോകമില്ല, നിഷേധിച്ച് നടന്ന ആൾക്കാരാണ് ഞങ്ങള്. മരിച്ചിട്ട് ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കേ, അതൊന്നും നടക്കണ ഏർപ്പാടല്ല എന്ന് പറഞ്ഞവരാണ്. ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ ഇന്നാ ലമബ്ഊസുൻ. വേറെ സ്ഥലത്തിൽ അല്ലാഹ് പറഞ്ഞു, ദാലിക റജ്ഉൻ ബഈദ്, നടക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞ് നിഷേധിച്ച് തള്ളിയ ആളുകളായിരുന്നു ആര്? മക്കയിലെ മുശ്രിക്കുകൾ. റബ്ബ് അവരോട് പറയാൻ, ഫദൂഖു അദാബൻ നാരി ലത്തി കുൻതും ബിഹാ തുകദ്ദിബൂൻ, നിങ്ങൾ നിഷേധിച്ച് കളഞ്ഞ നരകം ഇപ്പൊ നേരിൽ കാണല്ലേ, ആസ്വദിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് പറയുമെന്നാൻ. നഊദു ബില്ലാഹി മിനൻ നാർ, അല്ലാഹു നരകത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. 5 നേരം നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹിനോട് തേടുന്നത് അതാണ്. അത്തഹിയാത്തിൽ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് നമ്മൾ പറയും, വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അതിന് തൊട്ട് വമിൻ ഫിത്നത്തിൽ, അതിന് മുന്നേ നമ്മൾ പറയില്ലേ, നരകത്തിൽ നിന്ന് റബ്ബേ നിന്നോട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? കാവലിനെ തേടുന്നു. ദുനിയാവിലെ ഇഹപരമായ ജീവിതത്തിലും പാരത്രികമായ ജീവിതത്തിന്റെയും പരീക്ഷണങ്ങളിൽ നിന്ന് കാവലിനെ തേടുന്നു. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവലിനെ തേടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയാണ്, ആ നരകത്തെ നിഷേധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരത് നേരിൽ കാണും. റബ്ബ് അവരോട് ആസ്വദിക്കാൻ വേണ്ടി പറയാം. അതൊരു കളിയാക്കലല്ലേ ശരിക്ക്? നരകം എങ്ങനെ ആസ്വദിക്കാൻ കഴിയുക? അവിടെ തണുപ്പുണ്ട് എന്ന് പറഞ്ഞു, ചൂടുണ്ട് എന്നും പറഞ്ഞു. നരകം അതിശക്തമായ തണുപ്പാണ്,
അല്ലെ? വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലാ യുസ്മിനു ഫിഹാ വലാ ലാ യുസ്മിനു ഫിഹാ ലാ യുഗ്നി മിൻ ജൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത് പറഞ്ഞു അവിടെ നല്ല വെള്ളമുണ്ട്, നല്ല ഭക്ഷണമുണ്ട്. പക്ഷെ ഭക്ഷണം അവർക്ക് എന്ത് ചെയ്യൂല? പോഷണം നൽകൂല, പോഷകാഹാരമൊന്നുമല്ല. അവിടെ വെള്ളമുണ്ട് അല്ലേ? കൈപ്പേറിയ വെള്ളം. അത് യുസ്ഹറു ബിഹി മാ ഫി ബുതൂനിഹിം വൽ ജുലൂദ് വലഹും മഖാമിഉ മിൻ ഹദീദ്. അള്ളാഹു നരകത്തിന്റെ ഭയാനകത പറയാണ്. അവിടുന്ന് ഒരു വെള്ളം, ഒരു തുള്ളി വായിട്ടേക്ക് ഇറങ്ങിയാൽ മതി, കുടലുകളിൽ മുഴുവൻ എന്ത് ചെയ്യും? പുറത്തേക്ക് ചാടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ റബ്ബ് ആസ്വദിക്കാൻ വേണ്ടി പറയാന്നാണ്, പരിഹസിക്കാൻ. ആസ്വദിക്ക് അല്ലെ? നമ്മൾ പറയില്ലേ പലപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും, എൻ്റെ അടുത്ത് ഒരു അടി കിട്ടി കഴിഞ്ഞാൽ നല്ല രുചി ഉണ്ടാവും എന്ന് ചില ടീച്ചർമാർ അതല്ലെങ്കിൽ ചില പാപ്പമാര് മക്കളോട് പറയുന്നത് പോലെ, പരിഹസിക്കുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളെ പരിഹസിക്കാൻ. കാരണം ദുനിയാവിൽ റസൂലുള്ളാഹിനെ പരിഹസിച്ചവരാ, ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഖുർആനെ പരിഹസിച്ചവരാ അല്ലേ? അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ ജസാഅൻ വിഫാഖ. റബ്ബ് പലയിടത്തും പറഞ്ഞു ജസാഅൻ വിഫാഖ, അനുയോജ്യമായ പ്രതിഫലം, ഒരു കൂലി അതേപോലത്തെ അള്ളാഹ് കൊടുക്കുക. എന്താണോ ചെയ്തത് അത് തിരിച്ച് റബ്ബ് എന്ത് ചെയ്യുന്നു? തിരിച്ചു നൽകുന്നു. ഇതിവിടെ പരിഹസിച്ചവർക്ക് പരിഹാസത്തിലൂടെ റബ്ബ് മറുപടി നൽകുന്നു എന്നാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇനി റബ്ബ് പറയാൻ വഇദാ തുത്ല അലൈഹിം ആയാതുനാ വഇദാ തുത്ല അലൈഹിം, അവരുടെ മേൽ പാരായണം ചെയ്യപ്പെട്ടാൽ, തല യത്ലു എന്ന് പറഞ്ഞാൽ ഓതി എന്നാണ്. ഇവിടെ തിലാവത്ത് നമ്മൾ പറയില്ല ഖുർആൻ പാരായണത്തിന്, ആ വേർഡ് ഓർക്കാൻ വേണ്ടി സൂചിപ്പിക്കാൻ. തുത്തില എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യപ്പെടുക. അതിന്റെ ഒരു നമ്മൾ പറയില്ല എന്താണ്, പാസീവ് വോയിസ് ആയിട്ട്, അതായത് മജ്ഹൂലായിട്ടാണ് അതിന് പറയാം. തുത്തില പാരായണം ചെയ്യപ്പെട്ടാൽ ആരുടെ മേൽ? അലൈഹിം, അവരുടെ മേൽ. ആരാ അവർ? ഈ ദുൽമ കാട്ടിയല്ലേ മക്കയിലെ മുശ്രിക്കുകളുടെ മേൽ ഖുർആനൊക്കെ ഓതി കൊടുക്കുമ്പോൾ, ഖുർആൻ എന്നുള്ളതിനെ റബ്ബോട് എടുത്തു ആയാതുന, നമ്മുടെ ആയത്തുകളാണ്. എങ്ങനത്തെ ആയത്ത്? ബയ്യിനാത്ത്, വളരെ ക്ലിയർ ആയ, ക്രിസ്റ്റൽ ക്ലിയർ ആയ, ഒരു അവ്യക്തതയുമില്ലാത്ത സുവ്യക്തമായ നമ്മുടെ ആയത്തുകൾ അവരുടെ മേൽ ഓതപ്പെട്ടാൽ, പാരായണം ചെയ്യപ്പെട്ടാൽ, ഖാലു, അവർ പറഞ്ഞിരുന്നു മാഹാദാ, ഇതെന്താ? മാഹാദാ, ഇതെന്താ? ഖുർആന് നല്ല എത്രക്കും അവരുടെ ജീവിതത്തെ വിമലീകരിക്കുന്ന, സ്വഭാവത്തെ നന്നാക്കുന്ന, വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന, അവരുടെ ജീവിതത്തിന് നല്ലൊരു മാർഗദർശനം നൽകുന്ന അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങിയപ്പോ അത് ഓതാൻ വേണ്ടി അവരുടെ മേൽ ഓതപ്പെട്ടപ്പോ അവർ പറയാ ഇതെന്താ? ഇല്ല റജുലുൻ, ഒരു മനുഷ്യൻ. നബിനെ പറ്റിയാ പറയാം. ഈ റജുൽ നിർദ്ദേശാര സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ പറയാം ഇതൊരു മനുഷ്യനാണ്. എങ്ങനത്തെ മനുഷ്യൻ? യുരീദു അൻ യസുദ്ദക്കും, ഈ മനുഷ്യനെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ തെറ്റിച്ച് കളയാനാണ്. സദ്ദ യസുദ്ദു എന്ന് പറഞ്ഞാൽ തെറ്റിച്ച് കളയുക, അതെ മാറ്റിക്കളയുക എന്നൊക്കെയാണ്. നിങ്ങളെ തെറ്റിച്ച് കളയാൻ ഉദ്ദേശിക്കുന്നു. എന്തിനെ തൊട്ട് തെറ്റിച്ച് കളയാൻ? അമ്മാ കാന യഅ്ബുദു ആബാഉക്കും, അമ്മാ കാന യഅ്ബുദു ആബാഉക്കും, നിങ്ങളുടെ പിതാക്കന്മാര് ആരാധിച്ചു പോന്നതിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് കളയുക. നമ്മളെ പാരമ്പര്യം പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ഫഖർ. നമ്മൾ അക്കക്കാരനവന്മാർ അത് ചെയ്തതാണ് ഞങ്ങൾ ഉപേക്ഷിക്കുക. ഞങ്ങളുടെ മാതാപിതാക്കൾ ചെയ്തു പോകുന്നൊരു, പഠിപ്പിച്ചു പോന്ന, ചെറുപ്പത്തിൽ പറഞ്ഞു പോന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞതിന് നമ്മൾ വലിയ കാര്യമായി കൊണ്ട് നടക്കാറുണ്ട്. മക്കയിലെ മുശ്രിക്കുകളുടെ വാദതായിരുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ കാണിച്ചു തന്ന ഈ ഇബാദത്തുകളെ ഞങ്ങൾ ഉപേക്ഷിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഞങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഇവരുടെ മക്കയിലുണ്ടായിരുന്ന ആളുകൾ ഹജ്ജിന് വരെ അവർ ചൊല്ലിയിരുന്ന വരികൾ എന്തായിരുന്നു? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അല്ലേ? ഇല്ലാ ശരീകൻ ഹുവ ലക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്? ഒരു ശരീക്ക്, അത് നീ അധീനപ്പെടുത്തി കൊടുത്ത, നീ വക വെച്ചു കൊടുക്കുന്ന ചില ശരീക്കുമാരുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ പങ്കു ചേർത്തിരുന്ന ഒരു ജനതയായിരുന്നു ആ വിഭാഗം. അവരുടെ മുൻഗാമികൾ അതാണ് ഇവർക്ക് കാണിച്ചു കൊടുത്തത്. പെട്ടെന്ന് അതല്ല ഇസ്ലാം. യഥാർത്ഥത്തിൽ തൗഹീദിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ വേറൊരു ഇലാഹില്ല, ആരാധിക്കപ്പെടാൻ അള്ളാഹ് മാത്രമാണ് അർഹൻ എന്ന് പറഞ്ഞപ്പോൾ ഇതുവരുടെ പിതാക്കന്മാരിൽ കേൾക്കാത്ത വരികളാണ്, മുൻഗാമികൾ പലരും പറയാത്തതാണ്. അപ്പോ അവരുടെ പാതയിൽ നിന്ന് ഞങ്ങളെ തെറ്റിച്ച് കളയാനാണ് ആര് വന്നത്? ഈ മനുഷ്യൻ വന്നത് എന്ന് ഇവർ പറയും. മാ ഹാദാ ഇല്ലാ റജുലുൻ യുരീദു അൻ യസുദ്ദക്കും അമ്മാ കാന യഅ്ബുദു ആബാഉക്കും, നിങ്ങളുടെ അബുൻ ജം ആണ് ആബാ, അബ് ആബാ, ഉമ്മുൻ ജം ഉമ്മഹാത്ത് എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ? അപ്പൊ നിങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു പോന്നതിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് കളയുകയാണ് ആര് ചെയ്യുന്നത്? ഈ റജുല് ചെയ്യും. റജുൽ എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹിനെ അങ്ങനെ ഒരു പരിഹസിക്കുന്ന ഒരു വേർഡല്ല അത്. ഈ ഒരു മനുഷ്യൻ, ആ ഒരു മനുഷ്യൻ എന്ന് ഒരു റസൂൽ എന്ന് പറയാതെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദാസൻ എന്ന് പറയാതെ ഒരു റജുൽ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ അവരുടെ ഒരു പരിഹാസ സ്വരം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ കഴിയും. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെത്ര പരിഹസിച്ചാലും റസൂലുള്ളാഹിന്റെ ഫضൽ കുറയാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠനാണ്. നബിയുടെ മേലെ ഖിയാമത്ത് നാൾ വരെ മുഅ്മിനീങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ടേയിരിക്കും, മലക്കുകളും ചൊല്ലിക്കൊണ്ടേയിരിക്കും, അള്ളാഹുവും റഹ്മത്ത് ചുരിഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ. റബ്ബ് പറയാൻ വഖാലു, അവരുടെ അടുത്ത വാദം. നബി ഖുർആൻ ഓതുമ്പോ ഇതേതാ മനുഷ്യൻ?
ഈ മനുഷ്യൻ ജനങ്ങളെ തെറ്റിച്ചു കളയെന്ന് പറയാൻ മാത്രമല്ല, വഖാലു മാ ഹാദാ ഇല്ലാ ഇഫ്കും മുഫ്തറ, ഇതെന്താ, ഇത് വെറും ഇഫ്കുൻ മുഫ്തറയാണ്. മുഫ്തറ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ചത്. ഇഫ്തിറ എന്ന വാക്കിന്റെ അർത്ഥം കെട്ടിച്ചമക്കെന്നാണ്. എവിടുന്നോ കെട്ടി വലിച്ചു കൊണ്ടൊന്നും ഇല്ലാത്തത് പലതും എഴുതി കൂട്ടി ഉണ്ടാക്കിയതാണ് മുഹമ്മദ് കൊണ്ടുവരുന്ന വിശുദ്ധ ഖുർആൻ എന്നാണ് അവരുടെ വാദം. ഇപ്പൊ നബിനെയും കളവാക്കി, നബി കൊണ്ടുവന്ന ഖുർആനിനെയും അവർ കളവാക്കി. ഇതെന്താ ഒരു ഇഫ്ക്? ഇഫ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും വ്യാജ കഥകൾക്കാണ് ഇഫ്ക് എന്നറിയാം. മഹദിയായ ആയിഷ ബീവിന്റെ മേലില് മദീനയിലെ ജൂതന്മാരെന്ത് ചെയ്തിരുന്നു? വ്യാജ പ്രചരണം നടത്തി. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിസ്സത്തുൽ ഇഫ്ക് എന്നാണ്, കുപ്രചരണം, ഇല്ലാ കഥയാണ് പ്രചരിപ്പിച്ചത്. അവരെത്ര ശ്രേഷ്ഠയാണ് അല്ലെ. അള്ളാഹു വിശുദ്ധ ഖുർആൻ ഒരു ആയത്തിറക്കി അവരുടെ വിശുദ്ധിയെ വിശദീകരിക്കുന്ന, റളിയല്ലാഹു അൻഹ. ഇവിടെ ഖുർആനാണ് അവർ പറഞ്ഞത്, ഇത് കെട്ടിണ്ടാക്കിയത്. ഇന്നും നമുക്ക് കാണട്ടെ, ഒന്നും വളരെ അത്ഭുതം തോന്നുന്നത്. ഈജിപ്തിലൊക്കെ മിസ്റിലൊക്കെ ഒരുപാട് അറബി ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്ന ആളുകളെ കാണാം. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവരൻ. പേരൊക്കെ കാണുമ്പോൾ യൂസുഫും ഒക്കെ ആയിരിക്കും. പലപ്പോഴും നമ്മൾ പേര് കേട്ടാ വിചാരിക്കും ഒരാരാ മുസ്ലിംസ് ആണ്. പക്ഷെ അത്ഭുതം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഇത്ര കൃത്യം, റബ്ബ് നേരത്തെ പറഞ്ഞില്ല ആയാത്തുന ബയ്യിനാത്തി എന്ന് പറഞ്ഞില്ലേ, ഇത്ര വ്യക്തമായ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടും അതിനെ ഇപ്പോഴും പല ആളുകൾ വിശ്വസിച്ചു പോകുന്നത് മുഹമ്മദ് എഴുതിണ്ടാക്കിയതെന്നാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിലെ പല വലിയ വലിയ വിദ്യാഭ്യാസ വിചക്ഷണരൊക്കെ അവരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. ഈ ഖുർആനെ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ടെന്ന് പറയുമ്പോൾ, അതും ഭാഷയിൽ പ്രാവീണ്യമുള്ള ആളുകളുണ്ടെന്ന് പറയുമ്പോൾ, ഹിദായത്ത് അള്ളാഹു കൊടുക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ത് ചെയ്യുന്നത്? ഹിദായത്ത്. അള്ളാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ. നമ്മളെ ഈ ഹിദായത്തിൽ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഇവിടെ ഇവര് പണ്ടത്തെ വാദമാണ് ഇതാണ് ഇഫ്കും മുഫ്തറ എന്നുള്ളത്. പഴയ വാദമാണെങ്കിലും ഇന്നും അതെന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നുണ്ട്. പലരുടെയും വിശ്വാസതന്ത്രത്തിന് മുഹമ്മദ് നബി എഴുതിണ്ടാക്കിയതെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണെന്നും ഇത് നബിയുടെ മേൽ ഇറങ്ങിയ മുഅ്ജിസത്താണെന്നും അതിൽ പഠനം നടത്തുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്നതാണ്. അപ്പൊ പറയുന്നു വഖാലല്ലദീന കഫറു, ഈ സത്യനിഷേധികൾ പറഞ്ഞു. ഇനി അടുത്ത അവരുടെ വാദമാണ് ലിൽ ഹഖ്, ഈ ഹക്കിനെ പറ്റി അവർ പറയാണ്. ഹക്കിനെ പറ്റി അവർ പറഞ്ഞു ലമ്മാ ജാഅഹും, അവർക്ക് ഈ ഹക്ക് വന്നപ്പോ. റബ്ബ് പറഞ്ഞത് എന്താ? ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഹക്കാണ്. അത് ഇഫ്കു അല്ല, മുഫ്തറയുമല്ല. അത് ഇഫ്കു മുഫ്തറ അല്ല, ഇതെന്താണ്? ഹക്കാൻ. ഈ ഹക്ക് വന്ന സമയത്ത് അവർ പറഞ്ഞു ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ, ഇതൊരു വ്യക്തമായ മാരണമാണ്, മായാജാലമാണ്, കൺകെട്ട് വിദ്യൻ, സിഹറാണെന്ന് പറഞ്ഞു. സിഹർ എന്ന് പറഞ്ഞാൽ ആളുകളെ പറ്റിച്ച് കളയുന്ന ഒരു ഒരു ആഭിചാര ക്രിയയാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇത് ഖുർആൻ അവര് നിഷേധി. 3 വാദങ്ങളാണ് പലപ്പോഴും അവർക്ക് അവിടെ പരലോകത്ത് സമ്മതിക്കേണ്ടി വരിക. ഒരു വ്യാജമാക്കി കളഞ്ഞ നബിയെ, വ്യാജമാക്കി കളഞ്ഞ ഖുർആനിനെ, സിഹറാണ് എന്ന് പറഞ്ഞ് നിഷേധിച്ച് തള്ളിയ ഈ ഖുർആനിനെ അള്ളാഹു പരലോകത്ത് ഇവരുടെ മുന്നിൽ ചോദ്യം ചെയ്ത് റബ്ബിന്റെ മുന്നിൽ അവരെ മുട്ടുകുത്തി നിൽക്കേണ്ട ഗതി വരും. അന്ന് റബ്ബ് അവരോട് പറയും ദൂഖു അദാബന്നാർ അല്ലത്തി കുൻതും ബിഹാ തുകദ്ദിബൂൻ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഈ ഖുർആന് അവര് നിഷേധിക്കാന്ന് പറഞ്ഞാൽ ഖുർആനെ നിഷേധിച്ചു. ഖുർആൻ വരുമെന്നുള്ളത് ഖുർആൻ പ്രതീക്ഷിച്ച ഒരു ജനതയായിരുന്നു മക്കയിലെ മുശ്രിക്കീങ്ങളെ. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഇറങ്ങിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാണ്. പലപ്പോഴും വേദഗ്രന്ഥത്തെ അവതീർണതയെ അവർ കാത്തിരുന്നു എന്നാണ്. അതെന്താ കാരണം? കാരണം മുമ്പൊരു വേദഗ്രന്ഥം അറബികൾക്ക് ഉണ്ടായിരുന്നില്ല. വേദഗ്രന്ഥം കിട്ടിയത് ആരായിരുന്നു? ജൂതരും നസ്രാണികളുമാണ്. നമുക്കറിയാം ജൂതന്മാരും നസ്രാണികളും അറബികളെ കളിയാക്കിയിരുന്നത് ഉമ്മിയൂൻ എന്ന് പറഞ്ഞിട്ടാ. നിരക്ഷരം, എഴുതാനും അറിയില്ല വായിക്കാനും അറിയില്ല. കാരണം വേദഗ്രന്ഥം ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം മഹാ അഗ്രഗണ്യന്മാരായ കവികൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അറബി ഭാഷ കൊണ്ട് അമ്മാനമാടുന്ന മഹാ സാഹിത്യകാരന്മാരുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഈ അറബികളെ വിളിച്ചിരുന്നത് ഉമ്മിയൂൻ, നിരക്ഷരർ എന്നാണ്. എന്താ പറയാൻ കാരണം? ഇവർക്കൊരു വേദഗ്രന്ഥം ഇല്ലാഞ്ഞിട്ടാണ്. ഇവർക്ക് ജൂതൻ എന്തുണ്ട്? തൗറാത്ത് ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഞ്ചിലിന്റെ അനുയായികളാന്ന് അവർ വാദിച്ചിരുന്നു. അറബികൾക്ക് ഒന്നുമില്ലല്ലോ. അതാണ് ഞാൻ റബ്ബ് അടുത്ത ആയത്ത്, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ആയത്ത് കൂടി അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വമാ ആതൈനാഹും മിൻ കുതുബിൻ യദ്റുസൂനഹാ, വമാ ആതൈനാഹും, നാം അവർക്ക് നൽകിയിരുന്നില്ല, ഈ അറബികൾക്ക്, ഈ മക്കയിലെ മുശ്രിക്കുകൾക്ക് നാം നൽകിയിരുന്നില്ല, മിൻ കുതുബിൻ, ഒരു വേദഗ്രന്ഥവും. മിൻ കുത്തുബ് തന്നെ ഇവിടെ മിന്ന് തബീലിനെ സൂചിപ്പിക്കില്ല, ഒരു എന്നുള്ള അർത്ഥത്തിൽ വരും. ഒരു വേദഗ്രന്ഥങ്ങളും നാം എന്ത് ചെയ്തിട്ടില്ല, മുമ്പ് ഇവർക്ക് കൊടുത്തിട്ടില്ല. യദ്റുസൂനഹ, അവർക്ക് പഠിക്കാൻ പാകത്തിൽ. ദറസ യദ്റുസു, ദാരിസ്, മദ്രസ എന്നൊക്കെ പദം നമുക്ക് സുപരിചിതമാണ് അല്ലെ. ഇവർക്ക് ഓതി പഠിക്കാൻ പാകത്തിൽ ഒരു വേദഗ്രന്ഥം മുമ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിച്ചിരുന്നതാണ്, ഒരു കിതാബ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കും ഒരു പ്രൗഢിയും ഒരു തലയെടുപ്പും ഉണ്ടാവുമായിരുന്നല്ലോ. പക്ഷെ അത് വന്നപ്പോൾ എന്ത് ചെയ്തു? അവരതിനെ നിഷേധിച്ചു. റബ്ബ് പറയും വമാ അർസൽനാ ഇലൈഹിം ഖബ്ലക മിൻ നദീർ, വമാ അർസൽനാ ഇലൈഹിം, നബിയെ
നബിനോട് പറയുന്നു, ഒമാ അർസൽനാ ഇലൈഹിം ഖബ്ലക, നിനക്ക് മുമ്പ് നാം അവരിലേക്ക് നിയോഗിച്ചിട്ടുമില്ല, പറഞ്ഞയച്ചിട്ടുമില്ല, മിൻ നദീർ, ഒരു താക്കീതുകാരൻ. അപ്പൊ നബി വരുന്നതിന് മുമ്പ് അറബികളിൽ ഒരു നബി ഇല്ല. നബി വരുന്നതിന് മുമ്പ് അറബികൾക്ക് ഒരു വേദഗ്രന്ഥവും ഇല്ല. ഇതൊക്കെ വന്നപ്പോ ഇത് വ്യാജമാണ് എന്ന് തള്ളിക്കളഞ്ഞവരാണ് ആര്? മക്കയിലെ മുശ്രിക്കുകൾ. ഇത് റബ്ബിന്റെ മുമ്പിൽ അവരെ റബ്ബ് ബോധ്യപ്പെടുത്തുന്ന ഒരു നാള് വരാനുണ്ട്. അന്ന് ഒരാൾക്ക് ഒരു ലറും ഒരു നഫ്ഉം എന്ത് ചെയ്യാൻ പറ്റൂല, ചെയ്യാൻ പറ്റില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയാൻ. ഏതായാലും വിശുദ്ധ ഖുർആന്റെ ഈ ആയത്തുകൾക്ക് ഒരുപാട് അർത്ഥ വിശാലതയുണ്ട് എന്ന് നമുക്കറിയാം. ചുരുങ്ങിയ സമയത്ത് നമ്മൾ അതിനെ പറഞ്ഞു വെച്ചു, ചില കാര്യങ്ങൾ മാത്രം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല വരും ആയത്തുകൾ വായിക്കാനും പാരായണം ചെയ്യാനും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ഖുർആന്റെ അനുയായികളായി ജീവിച്ചു മരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുർആനെ കൊണ്ട് ലഭിക്കുന്ന ഇഹപര ജീവിതത്തിലെ നേട്ടങ്ങൾ അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആധുനികമായ എല്ലാ ഫിത്നകളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ എല്ലാവിധ ശിക്ഷയിൽ നിന്നും റബ്ബിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി സഹിഷ്ണുതയോടുകൂടി അതിനെ അഭിമുഖീകരിക്കാനും അള്ളാഹു നമുക്ക് അറിവും വിവേകവും പ്രദാനം ചെയ്യുമാറാവട്ടെ. പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള ആളുകൾ ഉണ്ടാകും. അള്ളാഹുയുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ. വലിയ വലിയ ബുദ്ധിമുട്ടുകളിൽ അള്ളാഹു ആശ്വാസം നൽകട്ടെ. അവരുടെ ജീവിതത്തിൽ ഒരു പോംവഴി അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അസുഖം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, നീ അവർക്ക് ശിഫ കൊടുക്കണേ, സമാധാനം കൊടുക്കണേ. സമാധാനവും അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും റബ്ബെ നീ പ്രദാനം ചെയ്യണം. വലിയ മോശപ്പെട്ട അസുഖങ്ങളിൽ റബ്ബെ നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ റബ്ബെ. റഹ്മത്തും മഗ്ഫിറത്തും റബ്ബെ നീ അവർക്ക് നൽകണേ. അവിടെ തിന്മകൾ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ. അള്ളാഹു, ഞങ്ങളുടെ സന്താനങ്ങൾ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ എല്ലാവിധ സമ്പത്ത് എല്ലാത്തിലും കൺകുളിർമ റബ്ബെ നീ പ്രദാനം ചെയ്യണേ. ഞങ്ങളുടെ തൊഴിലുകൾ എളുപ്പാക്കി തരണേ. അള്ളാഹുവെ, ഞങ്ങൾ സമ്പാദിക്കുന്നത് ഹലാലായത് ആവണേ. ഹലാലായത് സമ്പാദിക്കാനും ഹലാലായ രൂപത്തിൽ സമ്പത്ത് ചെലവഴിക്കുവാനുമുള്ള അറിവും വിവേകവും റബ്ബെ നീ പ്രദാനം ചെയ്യണേ. അള്ളാഹു, ഞങ്ങളുടെ ആരാധനകളെ സ്വീകരിക്കണേ റബ്ബെ. ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وألحقنا بالصالحين. آمين آمين برحمتك يا أرحم الراحمين. جزاكم الله خيرا. صلى الله على نبينا محمد وعلى آله وصحبه وسلم. السلام عليكم ورحمة الله وبركاته.